ഒരിക്കലും മറുപടി കിട്ടാത്ത ചില ചോദ്യങ്ങൾക്ക്, ദൈവസന്നിധിയിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി നൽകി തരുവാൻ പോകുന്നു. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. ഇന്ന് രാവിലെ വളരെ പ്രധാനപ്പെട്ടൊരു ദൈവ സന്ദേശം നിങ്ങളോട് കൈമാറാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെയൊക്കെ പല ചോദ്യങ്ങളുണ്ട് ദൈവസന്നിധി. ദൈവമേ, ഇതിനകത്ത് നീ എന്താ മറുപടി തരാത്തത്? ഈ വിഷയത്തിനകത്ത് നീ എന്താ എനിക്ക് ഉത്തരം തരാത്തത്? പലപ്പോഴും ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ ഇന്ന് രാവിലെ മർക്കോസ് 16:3 അങ്ങനൊരു ചോദ്യം നമുക്ക് കാണാൻ പറ്റും. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി കളയുമെന്ന് തമ്മിൽ ചോദിച്ചു. ഇതാരാ? ഒരു കൂട്ടം സഹോദരന്മാരെന്തിയേ? പേടിച്ചിരിക്കുക. ഏത് ഘടകമായി സഹോദരിമാരെ ആമേൻ പുറത്തോട്ട് ഇറങ്ങാൻ പ്രേരിപ്പിച്ചേ? വേറൊന്നുമല്ല, കർത്താവിനുള്ള സ്നേഹം കേട്ടോ. കർത്താവിനോട് നമുക്ക് അമിതമായ സ്നേഹം ഉണ്ടെങ്കിൽ പുറത്തെ സാഹചര്യങ്ങളൊന്നും നമ്മളെ എന്ത് ചെയ്യത്തില്ല, ബാധിക്കത്തില്ല, നമ്മളെ അത് എഫക്റ്റ് ചെയ്യത്തില്ല. ജീസസ്, കർത്താവിൻ്റെ സ്നേഹം നിറയട്ടെ. ലജ്ജ കൂടാതെ സുവിശേഷം അറിയിപ്പാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ, ഞാനൊരു ദൈവപൈതലാണ് സാക്ഷ്യം പറയാൻ ഈ കർത്താവിൻ്റെ സ്നേഹം നമ്മളെ കവർ ചെയ്യട്ടെ. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതിനെക്കാട്ടിൽ കർത്താവ് എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതായിരിക്കട്ടെ എൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു ഹല്ലേലൂയ മനോഭാവം. താങ്ക് യു ജീസസ്. നോക്കിയേ, യേശു കർത്താവിൻ്റെ ഉയർപ്പ് നടന്നു കഴിഞ്ഞല്ലേ? 2 ദിവസത്തിന് മുമ്പ് പൈശാചിക മണ്ഡലങ്ങളെല്ലാം കൂടെ ക്രൂശി തറച്ച് കല്ലറയിൽ ഒതുക്കി ജയഘോഷം കൊണ്ടാടിയതുപോലുള്ള അനുഭവമായിരുന്നു. ഈ സഹോദരിമാർ ക്ഷീണിതരായി, മനസ്സ് കലങ്ങി, അയ്യോ എന്ത് സംഭവിക്കും, എങ്ങനെ ആയിത്തീരും, ഞങ്ങളുടെ ഭാവി എന്താ എന്നൊക്കെ ചോദ്യത്തോടു കൂടിയാണ് ഇവർ അവിടെ വിട്ടു മടങ്ങിയത്. പക്ഷേ ഒരു ഉയർപ്പിൻ്റെ ദിവസം ആ സഹോദരിമാർക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചു. ഉയർപ്പിൻ്റെ ദിവസത്തിൽ ഉയർക്കപ്പെട്ട രീതി നമ്മൾ ചിന്തിക്കണം, അസ്തമിച്ച രീതിയിലായിരിക്കത്തില്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ആമേൻ. നോക്കിയേ, അവിടെ ആ സഹോദരിമാരെ തമ്മിൽ പറയുക, കുറച്ച് സമയത്തിന് മുമ്പ് പലരും ചേർന്നൊരു കല്ലുരുട്ടി വെച്ചിരുന്നില്ലേ? എന്തിനാ? അകത്തോട്ട് ആരും കടക്കരുത്, അകത്തുള്ളത് പുറത്തോട്ട് വരരുത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ ഒരു ദൂത് വളരെ കർശനമായിട്ട് അന്തരാത്മാവ് നിങ്ങളോട് പറയാം. നിന്റെ മേലെ ദൈവിക വാഗ്ദത്തത്തെ ആരൊക്കെ ചേർന്ന് അടച്ചു വെക്കാൻ നോക്കിയാലും വാഗ്ദത്തത്തിന് സമയമാകുമ്പോൾ അടച്ചു വെച്ചതിനെ തകർത്തുകൊണ്ട് പുറത്തു വരും കേട്ടോ. നോക്കിയേ, മനുഷ്യരാ ആ കല്ലുരുട്ടി വെച്ച്. പക്ഷേ ദൈവപ്രവൃത്തിയുടെ സമയമായപ്പോൾ ആരാവ് മാറ്റിയെന്നറിയാം? ദൈവത്തിൻ്റെ ദൂതന. അങ്ങനെയാണെങ്കിൽ നീ നിസ്സഹായനായിരിക്കുന്ന സ്ഥാനത്ത് ദൂതൻ്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവാം. ചോദിക്കണം കേട്ടോ. സേവകാത്മാക്കളായ ദൂതന്മാരുണ്ട്, സഹായിക്കുന്ന ദൂതന്മാരുണ്ട്. ആ ദൂതന്മാർ ഈ ദിവസങ്ങളിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ആക്റ്റീവാകാൻ പോവാം. എനിക്കറിയത്തില്ല, വളരെ വളരെ വ്യക്തമായി ചിലരെ നോക്കി പറയും, ഈ ദിവസങ്ങളൊരു വിടുതൽ നീ കാണും കേട്ടോ. നിസ്സഹായയാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കൈ മലർത്തിയിരിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൂതൻ വന്ന് ഇറങ്ങിയിരിക്കുന്നത് കണ്ണുകൊണ്ട് കാണാൻ പോവാം. നിനക്ക് ചില മേഖലകളിൽ ശക്തിയില്ല, ആമേൻ, അതിനെ മറികടക്കാൻ കരുത്തില്ല, ആൾബലമില്ല, പിൻബലമില്ല, ഹല്ലേലൂയ, റെക്കമെൻഡ് ചെയ്യാൻ മനുഷ്യരില്ല. പക്ഷേ നിനക്ക് വേണ്ടി ദൂതൻ ഡയറക്റ്റ് ഇറങ്ങാൻ പോവാം. ചില പ്രതികൂലങ്ങളെ ഭേദിച്ച് നീ വന്നില്ലേ? യേശുവിനെ കാണണമെന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് പുറത്തോട്ട് വന്നില്ലേ? അവിടെ പടയാളികൾ നിൽക്കുന്നെന്നോ വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയൊരു വിഷയമാണെന്നോ ഇത് ഞങ്ങളെ സ്വാധീനിക്കാൻ, ഞങ്ങളുടെ ഭാവിയൊക്കെ എഫക്റ്റ് ചെയ്യാൻ സാധ്യത ഉള്ളതാണെന്നോ നോക്കാതെ നിങ്ങൾ മുമ്പോട്ട് ഇറങ്ങി വന്നില്ലേ? തക്ക മറുപടി ദൈവം തരും കേട്ടോ. അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഭീതിജനകമായതോ ഭാരമേറിയതോ ആയിരിക്കത്തില്ല. എന്നെന്നും ഓർക്കത്തക്ക വിധത്തിൽ ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടത്തക്ക വിധത്തിലുള്ളൊരു മറുപടിയായിട്ടത് മാറുക തന്നെ ചെയ്യും. യെസ്, ആ സഹോദരിമാർ ചോദ്യം ചോദിച്ചോണ്ടാ കല്ലറയിലേക്ക് വന്നേ. പക്ഷേ അവരവിടെ നിന്ന് പുറപ്പെടുന്നത് ഒരു മറുപടിയായിട്ടാ. എന്തുവാ? ഉയർപ്പ് നടന്നു കഴിഞ്ഞു. ദൈവമൈതലേ, നിന്റെ ഉയർപ്പിനെ, നിന്റെ ദൈവികമായ ഉയർപ്പിനെ, വാഗ്ദത്തത്തെ തടയാൻ എത്ര ശ്രമിച്ചാലും 3 ദിവസം അത് പറ്റും. പക്ഷേ 3-ാമത്തെ ദിവസം
സകല പ്രതികൂലങ്ങളെ ഭേദിച്ചുകൊണ്ട് ഉയർത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി ഉയർപ്പ് നിർവഹിക്കുവാൻ കടന്നു വരാനിടയായിത്തീരും. അങ്ങനാണെങ്കിൽ ഈ സന്ദേശം ഹൃദയാന്തർഭാഗത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ ഒരു ഉയർപ്പ് നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോവുക. തമ്മിൽ പറയുന്ന ചില ചോദ്യങ്ങൾ, കുടുംബത്തിനകത്തുള്ളവർ തമ്മിൽ, പ്രിയപ്പെട്ടവർ തമ്മിൽ പറയുന്ന ചില ചോദ്യങ്ങൾ ഉത്തരമായി ചില ദൈവപ്രവൃത്തി നീ കാണാൻ പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറഞ്ഞേ, ഞാനൊരു ദൈവപ്രവൃത്തി കാണാൻ പോകുന്നു, ഞാനൊരു ദൈവപ്രവൃത്തി കാണാൻ പോകുന്നു. എൻ്റെ ലൈഫിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തി കാണാൻ പോകുന്നു. ആമേൻ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നല്ല പ്രഭാതം ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നല്ലോ. ആ സഹോദരിമാരുടെ ചോദ്യം ആര് ഞങ്ങളെ സഹായിക്കുമെന്നുള്ളതായിരുന്നു, ആര് ഞങ്ങൾക്ക് വേണ്ടി ഈ വിഷയത്തിനകത്ത് വിടുതൽ നൽകുമെന്നുള്ളതായിരുന്നു. എന്നാൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ദൈവിക മാന്യതകൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം, വിടുവിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇനി ആ ചോദ്യം ചോദിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഒരു ഉയർപ്പ് നിന്റെ കണ്ണു മുമ്പിൽ കാണുവാണ്, ഒരു ദൈവപ്രവൃത്തി കാണുകയാണ്. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.